ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ NMMS യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ NMMSന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ NMMSന് ഇനി മുന്നിലുള്ളത് നമ്മളെ കയ്യിൽ ഏകദേശം ഒരു 60 days ആണ് നമ്മൾ മുന്നിലുള്ളത്. സോ ഈ 60 days നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമ്മൾ NMMS എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചർ, ക്രോപ്പ് പ്രൊഡക്ഷൻസ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന കൃഷി വിള ഉൽപാദനം, വർഗ്ഗസങ്കരണം എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു പാർട്ടിൽ നിന്ന്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോയി നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നുള്ളത് നോക്കാം. അസോളയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അസോള എന്താണ്? അസോള ക്യാൻ ബി യൂസ് ടു ഇൻക്രീസ് കണ്ടന്റ് ഇൻ ദ സോയിൽ. മണ്ണിൽ ഡാഷ് അളവ് കൂട്ടുന്നതിനായി അസോളയെ ഉപയോഗിക്കാം. അസോള എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ബാക്ടീരിയ, അല്ലെങ്കിൽ നമുക്ക് ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പറയാം കേട്ടോ. ബ്ലൂ ഗ്രീൻ ആൽഗിയുടെ ഒരു പെർട്ടിക്കുലർ ടൈപ്പാണ് കേട്ടോ അസോള എന്ന് പറയുന്നത്. അസോളയുടെ പണി അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണ്. അതായത് നമ്മുടെ നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കുക, നൈട്രജൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന പണിയാണ് ആര് ചെയ്യുക? അസോള ചെയ്യുക. സോ അസോള, മണ്ണിൽ കാണുന്ന അസോള എന്തിനെയാണ്, ഏത് കണ്ടന്റിനെയാണ് മണ്ണിലേക്ക് അല്ലെങ്കിൽ സോയിലിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നൈട്രജൻ ഫിക്സിങ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഗ്രീൻ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഒരു എക്സാമ്പിളാണ് എന്താ നമ്മുടെ അസോള എന്ന് പറയുന്നത്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ബി നൈട്രജൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ ബി നൈട്രജൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു അസോളയുടെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് വാട്ടർ ബോഡീസിലൊക്കെ കാണാൻ പറ്റും. അസോളയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണ്. സോ നൈട്രജൻ ഫിക്സേഷൻ ആണ് നമ്മൾ ആൻസർ വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റോക്ക് എന്താണെന്ന്, സ്റ്റോക്ക് എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ പതിവെക്കൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, പതിവെക്കൽ പഠിച്ചിട്ടുണ്ടാവും. ആ പതിവെക്കലിൽ നമ്മൾ റൂട്ടാണ് എന്ത് ചെയ്യുക, റൂട്ടാണ് ഉൽപ്പാദിപ്പിക്കുക. ബട്ട് ഇതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലാന്റ്സിനെ തമ്മിൽ എന്താണ് ജോയിൻ ചെയ്യാണ് അല്ലേ. ഒരു പാർട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്യും, മറ്റേ ബ്രാഞ്ചഡ് ആയിട്ടുള്ള പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ ഒട്ടിച്ച് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെയാണ് ഒട്ടിക്കൽ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന താഴ്ഭാഗത്തുള്ള വേരോട് കൂടിയിട്ടുള്ള ആ ചെടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുക. അപ്പോൾ സ്റ്റോക്ക് മീൻസ് എ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ലെയറിംഗ് ആണോ? ലെയറിംഗ് അല്ല. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പതിവെക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വേര് മുളപ്പിക്കുന്ന അല്ലെങ്കിൽ വേര് ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ എയറിലോ അല്ലെങ്കിൽ മണ്ണിൽ വെച്ചിട്ടോ വേര് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് നമ്മൾ പതിവെക്കൽ എന്ന് പറയുക. അപ്പോൾ പതിവെക്കലല്ല ആൻസർ വരാം. ഇനി നമുക്ക് നോക്കാം, റൂട്ടഡ് ബ്രാഞ്ച് ഫോം ത്രൂ ദ ലെയറിംഗ്. അതായത് ലെയറിങ്ങിലൂടെ ഉണ്ടാകുന്ന റൂട്ടഡ് ബ്രാഞ്ച് ആണെന്നാണ് പറയുന്നത്. അതുമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു പതിവെക്കലിൽ ഉണ്ടാവുന്ന ഒരാളല്ല. നമ്മൾ കമ്പൊട്ടിക്കലിൽ നമ്മൾ ഏറ്റവും താഴെ വേരോട് കൂടിയുള്ള ആ ഒരു പ്ലാന്റിന്റെ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, റൂട്ടഡ് പ്ലാൻ സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒട്ടിക്കലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയുള്ള ചെടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രാഫ്റ്റിങ്ങിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്ക് അല്ലെങ്കിൽ റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കും. ഇനി മുകളിലുള്ള ഈ ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള പാർട്ടിനെ നമ്മൾ സയോൺ എന്നാണ് വിളിക്കുക. സയൺ എന്നാണ് വിളിക്കുക അല്ലേ, സയൺ എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി നമുക്ക് നോക്കാം, ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാഞ്ചിനെ നമ്മൾ സയൺ എന്നാണ് വിളിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇതെന്തല്ല നമ്മൾ ആൻസർ അല്ല. സോ നമ്മൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പം നമ്മൾ ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, മുകുളം ഒട്ടിക്കൽ, കമ്പൊട്ടിക്കൽ, അതുപോലെ തന്നെ നമ്മൾ പതിവെക്കൽ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ ഒരു ഗ്രാഫ്റ്റിങ്ങിൻ്റെ മെത്തേഡ് പറഞ്ഞു. ഇവിടെ താഴെ യൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുക, മുകളിൽ യൂസ് ചെയ്യുന്ന ആളെ നമ്മൾ സയൺ എന്നാണ് വിളിക്കുക അല്ലേ. നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ബട്ട് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഈസ് കോൾഡ്. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ രണ്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഇനി നമുക്ക് നോക്കാം, വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഉറപ്പിച്ചു ലൈംഗിക പ്രത്യുൽപാദനമാണ് അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ വരാം. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ,
ഒരു സെല്ലിൽ നിന്ന് ഒരു പ്ലാന്റിനെ തന്നെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഒരു സെല്ലിൽ നിന്ന് മാത്രം നമ്മൾ പുതിയൊരു പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കുക. സോ ടിഷ്യൂ കൾച്ചർ എന്തായാലും വരില്ല, നമ്മൾ വിത്തുൽപാദനം അവിടെ നടക്കുന്നില്ല, ഒരു പ്ലാന്റ് മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്, കായിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് നോക്കാം ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെൻറ്റ് സ്പീഷീസ്, അതായത് ഒരേ വർഗത്തിൽപ്പെട്ട ഡിഫറെൻറ്റ് സ്പീഷീസുകളെ തമ്മിൽ അല്ലെങ്കിൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷത, അതായത് ഒന്ന് വലുതായിരിക്കും, ഒന്ന് കായ്ഫലം കൂടുതലുള്ളതായിരിക്കും, ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലി പോളിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം എന്ന് വിളിക്കുക. സോ വർഗ്ഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ആൻസർ ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. ഇനി ലെയറിംഗ് നമുക്ക് അറിയാം എന്താണ്, കായിക പ്രത്യുൽപാദനത്തിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ എന്തായാലും വരില്ല, അത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അലൈംഗിക പ്രത്യുൽപാദനമാണ് അല്ലേ. ഈ ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ പ്ലാന്റിൻ്റെ പോലെ തന്നെ വേറൊരു പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്ലോണിംഗ് എന്ന് വിളിക്കുക. അതും എന്താണ്, അതും ഒരു നമുക്ക് ഒരു വെജിറ്റേറിയൻ അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ക്ലോണിംഗ് എന്ന് പറയുന്നതും. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും വർഗ്ഗസങ്കരനാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ വർഗ്ഗസങ്കരണത്തിന് നമ്മൾ എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോളായിട്ടുള്ള പ്ലാന്റ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നീളം കൂടിയ ഒരു പ്ലാന്റും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഷോർട്ടായിട്ടുള്ള ഏറ്റവും കായ്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റിന് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവരെ രണ്ടാളും നമ്മൾ കൂടി ചേർക്കുന്ന സമയത്ത് നമ്മൾ വിത്ത് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ വിത്തിൽ നിന്നുണ്ടാവുന്ന ചെടിക്ക് എന്തുണ്ടാവും, നല്ല നീളമുള്ള ചെടിയും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല കായ്ഫലവും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറും നമ്മൾ എന്ത് ചെയ്യും, പുതിയ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ വർഗ്ഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുക. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ, ശരിയായി ജോഡി ചേർന്നത് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ പ്രിയങ്ക ടൊമാറ്റോ, പ്രിയങ്ക തക്കാളി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഹൈബ്രിഡ് സീഡ്സ് അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റീനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് പ്രിയങ്ക ടൊമാറ്റോ, നീലിമ ബിറ്റർ ഗാർഡ്, ജ്യോതിക പി, അനഘ ബ്രിഞ്ചോൾ എന്നൊക്കെ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ചില്ലി എന്ന് പറയുന്നത് ഉജ്ജ്വല, ചില്ലിൻ്റെ ഹൈബ്രിഡ് സീഡ്സ് ആണ് ഉജ്ജ്വല, ജ്വാലാമുഖി. പിയുടെ വെറൈറ്റി ആണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി ഇതൊക്കെ. ഇനി പാഡിയുടെ വെറൈറ്റി ആണ് പവിത്ര, അന്നപൂർണ, അതുപോലെ തന്നെ ജ്യോതിഷ് എന്നൊക്കെ പറയുന്നത് എന്താണ്, പാഡിയുടെ വെറൈറ്റി ആണ്. ഇനി കോക്കനട്ടിൻ്റെ വെറൈറ്റി ആണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നൊക്കെ പറയുന്നത്. ലേഡീസ് ഫിംഗറിൻ്റെ വെറൈറ്റി ആണ് സൽകീർത്തി, കിരൺ ഇങ്ങനെയുള്ളതൊക്കെ. ബ്രിഞ്ചലിൻ്റെ വെറൈറ്റി ആണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നൊക്കെ പറയുന്നത്. ഇനി ടൊമാറ്റോൻ്റെ വെറൈറ്റി ആണ് മുക്തി, അനഘ, അക്ഷയ എന്നൊക്കെ പറയുന്നത്. ഇനി ബിറ്റർ ഗാർഡ് അല്ലെങ്കിൽ പാവലിൻ്റെ വെറൈറ്റി ആണ് പ്രിയങ്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ടൊമാറ്റോയുടെ വെറൈറ്റി ആണ് പ്രിയങ്ക എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതെന്താണ്, റോങ് ആണ്, പാവലിൻ്റെ വെറൈറ്റി ആണ് അല്ലേ പ്രിയങ്ക എന്ന് പറയുന്നത്. ഇനി നീലിമ എന്ന് പറയുന്നത് എന്തിൻ്റെ വെറൈറ്റി ആണ്, നമ്മൾ നീലിമ പറഞ്ഞിട്ടുണ്ടോ? യെസ്, നമ്മൾ നീലിമ പറഞ്ഞിരുന്നു. നീലിമ എന്തിനായിരുന്നു വെറൈറ്റി, നീലിമ ബ്രിഞ്ചലിൻ്റെ അല്ലേ, വഴുതനങ്ങയുടെ വെറൈറ്റി ആണ് വരുന്നത്. സോ ബിറ്റർ ഗാർഡിൻ്റെ അല്ല. സോ ഇതും എന്താണ്, റോങ് ആണ്. ഇനി ജ്യോതിക എന്ന് പറയുന്നത് എന്താ, ജ്യോതിക എന്ന് പറയുന്നത് നമ്മൾ പി ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? യെസ്, പിയിലുള്ള ഒരു വെറൈറ്റി ആണ് ജ്യോതിക എന്ന് പറയുന്നത്. സോ ജ്യോതികയാണ് എന്താ കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജ്യോതിക എന്ന് പറയുന്നത് പയറിൻ്റെ ഒരു തരം വെറൈറ്റിയാണ് അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം ചെയ്തിട്ടുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് എന്താ ജ്യോതിക എന്ന് പറയുന്നത്. അനഘ എന്ന് പറയുന്നത് ബ്രിഞ്ചോളാണ്. അനഘ ഏതാണ്, ബ്രിഞ്ചോളാണ് അല്ല, അനഘ ടൊമാറ്റോയുടെ വെറൈറ്റി ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇതും എന്താണ്, റോങ് ആണ്. സോ നമുക്ക് മൂന്നാമത്തെ ആൻസർ ആണ് എന്താ കറക്റ്റായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈബ്രിഡ് വെറൈറ്റി എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ആൻസർ ആയിരുന്നു നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ ഈ ഒരു പോസ്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ടാവും, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനും സെയിം രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ കോളം 1നെയും കോളം 2ഉം നിരീക്ഷിച്ചിട്ട് അതിനെ ശരിയായിട്ട് ചേരുംപടി ചേർത്ത് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പാഡിയുടെ വെറൈറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള അന്നപൂർണ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പാഡിയുടെ വെറൈറ്റി വരിക 4 ആയിട്ടാണ് വരിക. ഇനി ബിറ്റർ ഗാർഡിൻ്റെ വെറൈറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ ബിറ്റർ ഗാർഡിൻ്റെ വെറൈറ്റി, പ്രിയങ്ക എന്ന് പറയുന്ന വെറൈറ്റി ആണ് അല്ലേ. ബിറ്റർ ഗാർഡിൻ്റെ വെറൈറ്റി ആണ് പ്രിയങ്ക എന്ന് പറയുന്നത്. ഇനി ചില്ലിയുടെ വെറൈറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉജ്ജ്വല, അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി, ഇതൊക്കെ എന്താണ് ഉജ്ജ്വല, അതുപോലെ തന്നെ ആരായിരുന്നു ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാമുഖിയൊക്കെ എന്താണ് ചില്ലിയുടെ വെറൈറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പിയുടെ വെറൈറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞുള്ള നേരത്തെ ഒരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ പിയുടെ വെറൈറ്റി ആയിട്ട്, ആരായിരുന്നു പറഞ്ഞുള്ളത്, നമ്മൾ പിയുടെ വെറൈറ്റി നേരത്തെ പറഞ്ഞുള്ളത് ജ്യോതിക ആയിരുന്നു അല്ലേ, അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി. ഇത് മാത്രമല്ല ലോല എന്ന് പറയുന്ന ഒരു വെറൈറ്റി കൂടി എന്തുണ്ട്
പിയിലുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ലോല കറക്റ്റായിട്ട് വരാം, പിയിലേക്കാണ്. സോ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ എന്താണ്, നെല്ലിനെ അന്നപൂർണയുമായിട്ട് മാച്ച് ചെയ്തു, പാവലിനെ പ്രിയങ്കയുമായിട്ട് മാച്ച് ചെയ്തു, അതുപോലെ തന്നെ പച്ചമുളക് ഉജ്ജ്വലയാണ്, പയറിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം നടന്നിട്ടുള്ള വെറൈറ്റിയാണ് ലോല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും A4 ആണ്, ബി ഏതാണ്, ബി കറക്റ്റായിട്ട് വരുന്നത് 3 ആണ്, സി 1 ആണ്, ഡി 2 ആണ്. സോ ഓപ്ഷൻ 2 ആണ് എന്ത് നമ്മളെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. സോ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് എന്താ നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് കായിക പ്രജനനം അല്ലെങ്കിൽ കായിക പ്രത്യുൽപാദനത്തിന് മാത്രം ഉൾപ്പെട്ട കൂട്ടം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലെയറിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേര് മുളപ്പിക്കുകയാണ് അല്ലേ, വളങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരു കട്ട് വരുത്തി അവിടെ വേര് മുളപ്പിക്കുന്നതിനാണ് നമ്മൾ ലെയറിംഗ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ പതിവെക്കൽ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഇത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഒരു ടെക്നിക്കാണ്. ബട്ട് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ചെടികൾ വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് ചെടികൾ ഡിഫറെൻറ്റ് കൈൻഡ്സിലുള്ള സെയിം സ്പീഷീസിലുള്ള രണ്ട് പ്ലാന്റ്സ് തമ്മിൽ നമ്മൾ ആർട്ടിഫിഷ്യലി പോളിനേഷൻ ചെയ്തിട്ട് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്, റൈറ്റ്. സോ ഹൈബ്രിഡൈസേഷൻ എന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഇതെന്തായാലും വരില്ല. സോ ഓപ്ഷൻ എ എന്തായി റോങ് ആയിട്ടുണ്ട്. ഇനി ലെയറിംഗ് എന്ന് പറയുന്നത് എന്താ, പതിവെക്കലാണ്, നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് വേര് മുളപ്പിക്കുന്നതാണ്. ഇനി ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, മുകുളം ഒട്ടിക്കൽ അല്ലേ. മുകുളം ഒട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ മുകുളം എടുത്തിട്ട് മറ്റൊരു ചെടിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഈ രണ്ട് ചെടികൾ, ഈ ഒരു ചെടിയിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെംസിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മുകുളം ഒട്ടിക്കൽ എന്ന് പറയാം അല്ലേ. അപ്പം ഇതും എന്താണ്, ഒരു അസെക്ഷുവൽ അല്ലെങ്കിൽ കായിക പ്രജനനത്തിന് എക്സാമ്പിൾ ആണ്. സോ രണ്ടാമത്തെ ആൻസർ ആണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് എന്താ കറക്റ്റായിട്ട് വരാം. പതിവെക്കലും മുകുളം ഒട്ടിക്കലാണ് എന്താ കറക്റ്റായിട്ട് വരാം. ഇനി ഹൈബ്രിഡൈസേഷൻ, ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഹൈബ്രിഡൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു വരില്ല. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് കായിക പ്രജനനത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അപ്പം ഇത് വരും, ബട്ട് ഇത് വരില്ല. ഇനി ബഡ്ഡിങ് വരും, ഹൈബ്രിഡൈസേഷൻ വരില്ല. സോ എല്ലാം കറക്റ്റായിട്ട്, രണ്ടും കറക്റ്റായിട്ട് അല്ലെങ്കിൽ രണ്ടും ഒരേപോലെയുള്ള കൂട്ടങ്ങളായിട്ട് വരുന്നത് ഓപ്ഷൻ 2ലാണ്. സോ ഓപ്ഷൻ 2 ആണ് എന്ത് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. The branch of a jasmine plant is covered with soil and supplied with water to produce root. This technique is called, അതായത് വേരുകൾ മുളയ്ക്കാനായി മുല്ലച്ചെടിയുടെ ഒരു ശാഖയിൽ മണ്ണ് പൊതിഞ്ഞ് വെള്ളം തളിച്ചു കൊടുക്കുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വേര് മുളപ്പിക്കുന്ന മെത്തേഡാണ്. അതായത് ഒരു ചെടിയിൽ വേര് മുളപ്പിക്കുകയാണ്, നമ്മൾ എന്താ ചെയ്യുന്നത്, മണ്ണ് പൊതിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് വെള്ളം തളിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ വേര് മുളപ്പിച്ചെടുക്കുകയാണ്. വേര് മുളപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പതിവെക്കൽ എന്ന് വിളിക്കുന്നത്. സോ പതിവെക്കലായിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ 3 ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ലെയറിംഗ് എന്ന് പറയുന്ന ആൻസർ ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലെയറിംഗ് ചെയ്യുക. ഇത് എയർ ലെയറിംഗ് ആണ്. എയറിൽ വെച്ച് ചെയ്യുന്നതിന് എയർ ലെയറിംഗ് എന്ന് വിളിക്കും. ഇനി മണ്ണിൽ വെച്ച് നടത്തുന്നതിന് സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്നാണ് വിളിക്കുക. മണ്ണിൻ്റെ അടിയിൽ വെച്ചിട്ട് ലെയറിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. മണ്ണിൻ്റെ അടിയിലേക്ക് നമുക്ക് കമ്പ് കടത്തി വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും വേര് മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറുമായിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി എന്താണ് വിളിക്കാന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പഴം, പച്ചക്കറി ഇതൊക്കെ ലാർജ് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ മാസീവായിട്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹോർട്ടികൾച്ചർ എന്ന് വിളിക്കുക. സോ ഹോർട്ടികൾച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ സിൽക്ക് വാമാണ് അല്ലെങ്കിൽ പട്ടുനൂൽ പുഴുയുടെ കൃഷിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സെറികൾച്ചർ എന്ന് വിളിക്കുക. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലവേഴ്സിനെ കൃഷി ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്ലോറികൾച്ചർ അല്ലെങ്കിൽ പുഷ്പ കൃഷി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പുഷ്പങ്ങളെ കൃഷി ചെയ്യുന്നതിനാണ്. ഇനി പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷസിനെ വെറൈറ്റി ഓഫ് ഫിഷസിനെ, മീനുകൾ, മത്സ്യകൃഷിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പിസികൾച്ചർ എന്ന് വിളിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് നോക്കി വെക്കുക. സോ ഹോർട്ടികൾച്ചർ ആണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ ആയിട്ട് വരാം. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഹോർട്ടികൾച്ചർ, അതായത് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, സയൻറ്റിഫിക് ടെക്നിക്കിനെയാണ് നമ്മൾ ഹോർട്ടികൾച്ചർ എന്ന് വിളിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. റിയറിംഗ് ഓഫ് വെറൈറ്റീസ് ലൈക്ക് ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ്, ഗ്രേ ജയൻറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ് തുടങ്ങിയ ഇനങ്ങളെ വളർത്തുന്നതാണ്. അപ്പോൾ ഗ്രേ ജയൻറ്റ് എന്താണ്, വൈറ്റ് ജയൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം.
ഗ്രേ ജയന്റ് എന്ന് പറഞ്ഞാലും വൈറ്റ് ജയന്റ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ മുയലിൻ്റെ ഒരു വർഗ്ഗമാണ്. അതായത് മുയലിൻ്റെ ഡിഫറെൻ്റ് ആയുള്ള വെറൈറ്റീസിനാണ് നമ്മൾ ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എന്നൊക്കെ വിളിക്കുന്നത്. സോ അത് മുയലിനെ കൃഷി ചെയ്യുന്നതിന് നമ്മൾ ക്യൂണി കൾച്ചർ എന്നാണ് വിളിക്കുക. ക്യൂണി കൾച്ചർ എന്നാണ് മുയലിനെ അല്ലെങ്കിൽ മുയൽ കൃഷിക്ക് നമ്മൾ വിളിക്കുന്ന പേര്. അപ്പോൾ ക്യൂണി കൾച്ചർ വരുന്നുണ്ടോ? യെസ്, വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് എന്താ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി മഷ്റൂമുകളെ കൃഷി ചെയ്യുന്നതിനാണ് നമ്മൾ മഷ്റൂം കൾച്ചർ എന്ന് വിളിക്കുക. എപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹണി ബീസ് അല്ലെങ്കിൽ തേനീച്ചകളെ കൃഷി ചെയ്യുന്നതിനാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ തേനീച്ചകളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റികളുണ്ട്, മെല്ലിഫറ, ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ ആളുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം അത് എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു വെക്കുക. മെല്ലിഫറ പോലെയുള്ള വെറൈറ്റികളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പം ഇതൊക്കെയാണ് എന്താ നമ്മുടെ ഹണി ബീസ് എന്ന് പറയുന്നത്. ഇനി സെറി കൾച്ചർ നമ്മൾ പറഞ്ഞു, മ്യൂഗ, ഇങ്ങനെയുള്ള സിൽക്ക് വേംസ് ഉണ്ട് അല്ലേ, മ്യൂഗ വേംസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സെറി കൾച്ചറിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിൽക്ക് വേമുകളെയാണ്. സിൽക്ക് വേമുകളുടെ വെറൈറ്റീസിനെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ക്യൂണി കൾച്ചറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് ഇങ്ങനെയുള്ള വെറൈറ്റീസിനെ പഠിച്ചു വെക്കാം. മെല്ലിഫറ പോലെയുള്ള ഹണി ബീസിൻ്റെ വെറൈറ്റീസ് എന്ത് ചെയ്യാം നമ്മൾ പഠിച്ചു വെക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സയന്റിഫിക് റിയറിംഗ് ഓഫ് സിൽക്ക് വേം. സിൽക്ക് വേമിനെ അല്ലെങ്കിൽ പട്ടുനൂൽ പുഴുവിനെ നമ്മൾ ശാസ്ത്രീയമായി വളർത്തുന്നതിനെ എന്താ വിളിക്കാന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി 3 ക്വസ്റ്റ്യൻസിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരേ കാര്യമാണ്. അതെന്താണ്, നമ്മൾ സെറി കൾച്ചർ എന്നാണ് വിളിക്കുക അല്ലേ. അപ്പോൾ ഓപ്ഷൻ 4 സെറി കൾച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എന്താ നമ്മുടെ കറക്റ്റായിട്ട് ആൻസർ വരിക. എപ്പി കൾച്ചർ നമ്മൾ പഠിച്ചതാണ്. എപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹണി ബീൻ അല്ലെങ്കിൽ തേനീച്ചയുടെ ശാസ്ത്രീയമായിട്ട് വളർത്തുന്നതിനാണ്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ പഴം, പച്ചക്കറിയാണ്. പിസി കൾച്ചർ എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളാണ് അല്ലെങ്കിൽ ഫിഷസ് ആണ്. നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വെറൈറ്റി കാര്യങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് നോക്കാം. ഫാമിംഗ് ഓഫ് ബനാന ലീഫ്, ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫ്രൂട്ട്സും വെജിറ്റബിൾസും. പോൾട്രി ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ കോഴി കൃഷി, കോഴികളെ കൃഷി ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ പക്ഷികളെ കൃഷി ചെയ്യുന്നതിനാണ് പൗൾട്രി ഫാമിംഗ് എന്ന് പറയാം. മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ, നമ്മുടെ അലോവേര ഇങ്ങനെയുള്ള മെഡിസിനൽ ആയിട്ടുള്ള തുളസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നതിനാണ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ബീറ്റിൽ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറ്റില കൃഷി ചെയ്യണം, നമ്മൾ ബീറ്റിൽ കൾട്ടിവേഷൻ എന്ന് പറയാം. ഫ്ലോറികൾച്ചർ നമ്മൾ ഫ്ലവറുകളെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ്. ഗോൾഡ് ഫിഷ് ഇങ്ങനെയുള്ള ടെട്ര ഇങ്ങനെയുള്ള ഗപ്പി ഇങ്ങനെയുള്ള ഓർണമെന്റൽ, അതായത് നമുക്ക് ഓർണമെന്റൽ അക്വേറിയത്തിൽ കാണുന്ന ഫിഷസിനൊക്കെ നമ്മൾ വളർത്തുന്നതിനാണ് ഓർണമെന്റൽ ഫിഷ് ഫാർമിംഗ്. കോയിക്കാർപ്പ് അങ്ങനെയുള്ള കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓർണമെന്റൽ ഫിഷ് ഫാർമിംഗ് എന്ന് വിളിക്കുക. ഇനി പെറ്റ്സിനെ റൈസ് ചെയ്യുന്നതിനെ റൈസിങ് പെറ്റ്സ് എന്നാണ് വിളിക്കുക. സോ ഇതൊക്കെ എന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് അഗ്രികൾച്ചർ സെക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങോടുള്ള സ്റ്റഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി എന്താ പറ്റും NMMS ക്രാക്ക് ചെയ്യാൻ പറ്റും. NMMSന് നമുക്കറിയാം ഓൾറെഡി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്സ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക നമുക്ക്, അതായത് നമുക്കൊരു ജില്ലയിൽ ഇത്ര റാങ്കിൽ വരണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ NMMSൽ നമുക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആവുള്ളൂ. സോ ആ ഒരു കാര്യത്തിനായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് ഇനിയുള്ള ദിവസങ്ങളിൽ വരേണ്ടത്. സോ നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും 1 minute 1 mark സീരീസും അതുപോലെ തന്നെ ലൈവൊക്കെ ഇനി വരാനുണ്ട്. അതിനായി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ NMMS ഫ്രീ കോച്ചിങ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ എല്ലാവരും എന്താണ് NMMSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ NMMSന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക വീഡിയോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ.